നിന്നെപ്പറ്റി, നിന്റെ കുടുംബത്തെപ്പറ്റി, നിന്റെ കമ്പനിയെക്കുറിച്ചും എല്ലാം അറിഞ്ഞു വച്ചിരിക്കുന്ന കാർത്തികയെ ഞാൻ എൻ്റെ കമ്പനിയുടെ പാർട്ട്ണറാക്കി. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഈ കാർത്തിക പെണ്ണെന്താ വീട്ടിൽ വരാത്തത്? നീ എത്തിയോ? എന്താത്ര ലേറ്റ് ആയത്? ഓഫീസിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ആന്റി. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അത്രയ്ക്ക് വലിയ ജോലി എന്താണ് നിനക്ക്? വലിയ ഉദ്യോഗമാണ് ആന്റി. ഓഫീസിൽ എന്ത് വേണമെങ്കിലും എല്ലാവരും എന്നോട് വന്നാ ചോദിക്കുന്നേ. എല്ലാവരും നിന്നോട് കോഫി ചോദിച്ചോ? അപ്പൊ നീ പിയൂണാണല്ലേ? പ്യൂൺ ജോലി ചെയ്യേണ്ട തലയിലെടുത്ത് എനിക്കെന്തിനാ? ഞാൻ സെക്യൂരിറ്റിയോ തോട്ടക്കാരനോ ഒന്നുമല്ല, മാനേജർ പോലുമല്ല. ആ കമ്പനിയിലെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. സത്യമായിട്ടും ഞാനത് വിശ്വസിക്കണമെന്നാ? നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. എനിക്ക് ആ ജോബ് റെക്കമെൻഡേഷനിൽ കിട്ടിയതൊന്നുമല്ല, ആരുടെയും കൈയും കാലും പിടിച്ച് കിട്ടിയതുമല്ല. എന്റെ ടാലന്റ് കണ്ടാണ് തന്നത്, എന്റെ സ്കിൽസ് നോക്കിയാണ് തന്നത്. നിനക്കുള്ള ടാലന്റ് സ്കിൽസ് എന്താണെന്ന് പറഞ്ഞൊന്ന് കേക്കട്ടെ. കാർത്തികയ്ക്ക് ടാലന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ വിളിച്ച് ജോലി കൊടുക്കുന്നേ? ഇവരാരും എന്നെ റെക്കഗ്നൈസ് ചെയ്യില്ല ആന്റി. വേറെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്താ ഇവർക്ക് കരച്ചിൽ വരും. നീ പുറത്ത് ജോലിക്ക് പോകുന്നതിനോട് ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പുമില്ല കാർത്തിക. പക്ഷെ ഇപ്പൊ നീ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. വീട്ടില് സന്തോഷമായിട്ടിരുന്ന് അഖിലിനെ നോക്കിയിരിക്കാതെ ജോലിക്ക് പോകുന്നത് ശരിയാണോ കാർത്തികേ? കോടതി തന്ന കാലാവധിക്ക് ശേഷം ഡിവോഴ്സ് വാങ്ങി ഞാൻ ഇവിടുന്ന് പോകും. അപ്പോഴെങ്കിലും എനിക്ക് ജോലിക്ക് പോയല്ലേ പറ്റൂ. ശരിക്കും ചെറിയമ്മ ഡിവോഴ്സ് ചെയ്യോ ചെറിയമ്മേ? ഞങ്ങളുടെ ചെറിയച്ഛനെ വിട്ട് പോവോ ചെറിയമ്മേ? പോകാതെ ഈ നരകത്തിൽ കഴിയണോന്നാണോ പറയുന്നേ? അത് മാത്രമല്ല, വീൽ ചെയറിൽ കഴിയുന്ന നിന്റെ ചെറിയച്ഛനോടൊപ്പം കഴിയണോ? കാർത്തിക, എന്താ വീൽ ചെയറിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ ദേഷ്യം വന്നത്? നീ ആരെടുത്താ ജോലിക്ക് ജോയിൻ ചെയ്തെന്നറിയോ? അറിയാം, ആദിത്യയോടൊപ്പം. ആദിത്യ ആരാണെന്നറിയോ? ആദിത്യ ഈവന്റ്സ് ചെയർമാൻ. അത് എന്ത് കമ്പനിയാണെന്നറിയോ? എന്തിനാ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നേ? ആദ്യത്തെ ഇവന്റ്സ് നമ്മുടെ റൈവലറി കമ്പനിയാണ് കാർത്തിക. സോ വാട്ട്? നമ്മുടെ ശത്രുവിന്റെ കമ്പനിയിലാണ് നീ ജോലി ചെയ്യാൻ പോകുന്നത്. ആദിത്യ നിങ്ങളുടെ ഫ്രണ്ട് ആണോ ശത്രു ആണോ എന്ന് എനിക്ക് അറിയണ്ട. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ കൈ കൊടുക്കാൻ പാടുണ്ടോ?
നിങ്ങൾ എന്റെ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്തില്ല. കമ്പനിയിൽ എനിക്കൊരു വാല്യൂവും തന്നിട്ടില്ല. ഈ അഖിലിനെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ പറയുകയാണ്. പക്ഷെ ആദിത്യ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. എന്റെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞു. എനിക്ക് മര്യാദ തന്ന് ആ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ ആക്കിയിരിക്കുന്നു. ഇതിന് കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? ആ ആദിത്യൻ വെറുതെ ഒന്നുമല്ല നിനക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല നിന്റെ ടാലന്റ് കണ്ടിട്ടല്ല അവൻ നിനക്ക് ഈ ജോലി തന്നത്. എന്താ അഭിയേട്ടാ? ഏട്ടൻ എന്തായാലും എന്റെ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്തില്ല. മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഏട്ടൻ എന്താ വിഷമം? വിഷമത്തിന്റെ അല്ല മോളെ, ആ ആദ്യത്തിന് നമ്മളോട് തീരാത്ത പകയുണ്ട്. നിന്നെ വലയിലാക്കിയിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് അവരുമായി പകയുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ബന്ധം? നിങ്ങൾ ആരോടെങ്കിലും വഴക്കോടിയാ ഞാനും അവരോട് വഴക്കോടണോ? എന്താ ഈ പറയുന്ന കാർത്തിക? നമ്മുടെ കമ്പനിയുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോ നിനക്കും ശത്രുക്കളല്ലേ അവര്? സോറി, അത് നിങ്ങളുടെ കമ്പനിയാണ്, എന്റെ കമ്പനിയല്ല. സംസ്കൃതി ഇവന്റ്സിൽ നിനക്കും പങ്കുണ്ട് മോളെ. എവിടെയാണ് ആ പങ്കുള്ളത്? ഇത്രയും ബുദ്ധിയും ടാലന്റും ഉള്ള എന്നെ തൂക്കിക്കളഞ്ഞിട്ട് ഒരു ബുദ്ധിയും എക്സ്പീരിയൻസും ഇല്ലാത്ത നിങ്ങളെ കമ്പനിയുടെ ചെയർമാൻ ആക്കിയില്ലേ? കാർത്തിക, അതല്ലേ അഖിൽ സത്യം. നിങ്ങളുടെ ചേട്ടന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാ ചെയർമാൻ ആക്കിയത്? എന്നെക്കാൾ ഏട്ടന് എന്ത് യോഗ്യതയാണുള്ളത്? എന്നെ മാറ്റി നിർത്തിയിട്ട് ഏട്ടനെ ചെയർമാൻ ആക്കി. ഭാസ്കരേട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാ കാർത്തിക. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ് വസു? അന്ന് ഭാസ്കർ ചെയ്ത ഇവന്റില് നഷ്ടം ഉണ്ടായതല്ലേ? അവൻ അറിവും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാ അങ്ങനെയൊരു നഷ്ടം ഉണ്ടായത് തന്നെ. ബിസിനസ് ആവുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും. ആക്ച്വലി ഇപ്പോൾ അതല്ല പ്രശ്നം. കാർത്തിക, നീ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടില്ല. സാധ്യമല്ല. അവിടെ ജോലി ചേരുന്നത് ഞാനാണ് നിന്നോട് പറയുന്നത്. ഏട്ടൻ എന്നല്ല, ആ ദൈവം പറഞ്ഞ പോലും ഞാൻ കേക്കില്ല. നിന്റെ ചേട്ടൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്ക് നീ. ഇപ്പൊ എനിക്ക് നന്നായി മനസ്സിലായി. നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞാൻ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് അസൂയ. അതുകൊണ്ടാ ഞാൻ ആ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നത്. അബയ്ക്ക് നിന്നോട് ഒരു അസൂയയില്ല. അവൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ. അബയെ മനസ്സിലാക്കും മോളെ. എനിക്ക് നല്ലതല്ലേ നടന്നിരിക്കുന്നത്. പെട്ടെന്നെന്താ എന്നെ കുറിച്ച് ചിന്തയുണ്ടായത്? ആ ആദിത്യൻ നല്ലവനല്ല കാർത്തികേ. അപ്പോ ഏട്ടൻ നല്ലവനാണെന്നോ? കാർത്തിക, ഇവിടെ ആരും നല്ലവരും അല്ല മോശപ്പെട്ടവരും അല്ല. ആദ്യത്തെ കാരണം നീ കഷ്ടപ്പെടാൻ പോവാ, ഒരുപാട് വിഷമിക്കാനും. എങ്ങനെ? നിങ്ങളുടെ അനിയന്റെ കൂടെ കഴിയുന്നതിനേക്കാളുവോ? അഖിലിനെ കൊണ്ട് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അഖിലുമായി കമ്പയർ ചെയ്യുമ്പോ ആദിത്യ എങ്ങനെയുള്ള ആളാണെങ്കിലും ബെറ്റർ ആണ്. കാർത്തിക, എന്താ എന്നെ തല്ലാൻ പോവാണോ? ഒന്ന് തല്ലി നോക്കിയേ. ഇപ്രാവശ്യം നിങ്ങൾ തല്ലിയാലുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ വിലങ്ങണിയിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. ചെടി നിന്നെ. എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിലും കൈ നല്ലതുപോലെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്. മൈൻഡ് യുവർ ലാംഗ്വേജ് കാർത്തിക. ആ ആദിത്യൻ എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് അറിയില്ല കാർത്തികേ. ഞങ്ങളോടുള്ള ദേഷ്യത്തിന് നീ വെറുതെ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ഓൾറെഡി എന്റെ ജീവിതം കുട്ടിച്ചോറായിരിക്കുക. ഇനി എന്തുണ്ട് ബാക്കി?
കോടതി കാലാവധി കഴിഞ്ഞുടനെ എനിക്ക് ഡിവോഴ്സ് കിട്ടും. അത് കഴിഞ്ഞ് അഖിലും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കമ്പനിക്കും എനിക്കും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ടാ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാന്ന് പറഞ്ഞത്. ആരാഗ്രഹിച്ചാലും വിവാഹമോചനം കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാലും കാർത്തിക ഈ വീട്ടിലെ കുട്ടി തന്നെ ആയിരിക്കും. പുറത്തിനി ആരവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഞാൻ വെറുതെ ഇരിക്കില്ല. ആവശ്യമില്ല. അത് കാർത്തിക് ഒരു അബദ്ധത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കാർത്തിക, നീ എന്താടി ചെയ്തോണ്ടിരിക്കുന്നേ? വല്ല ബോധമുണ്ട് നിനക്ക്? ഹാളിൽ പറഞ്ഞു തീർത്ത കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണോ? എനിക്ക് സെൻസും കോമൺ സെൻസും രണ്ടും ഉണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ജോലിക്ക് പോകുന്നത് തെറ്റാണോ? നിന്നെ കൊണ്ടേ അത് പറ്റില്ല. എനിക്കൊരു ജീവിതം വേണ്ടേ? നീ അഭിയേട്ടനെ എതിർത്ത് സംസാരിച്ചത് തെറ്റാ. എന്താ തെറ്റ്? നിങ്ങളുടെ ചേട്ടൻ എന്താ പ്രധാനമന്ത്രിയാണോ അതോ പ്രസിഡന്റോ അതോ സുപ്രീം കോടതി ജഡ്ജിയോ? എന്തുകൊണ്ട് എതിർത്തുകൂടാ? എന്റെ അഭിയേട്ടനും ബസ്സും എടുത്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. നമുക്ക് കാശില്ലാതിരുന്നപ്പോ പോലും അവരെ നമ്മളെ സഹായിച്ചത്. അവരെന്തിനും നമ്മളെ സഹായിക്കണം? അപ്പോഴും ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അന്നില്ലാത്ത വയറുവേദന ഇപ്പൊ ഉണ്ടാവുകയാണോ? അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോ ആരും എതിർത്തില്ല. ഇപ്പൊ എല്ലാവരും എന്നെ ഉപദേശിക്കുകയാണ്. അന്ന് നമ്മുടെ അവസ്ഥ വേറെയായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്വത്തൊക്കെ കിട്ടിയില്ലേ? നീ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ജോലിക്ക് പോകാതെ നിന്നെ നോക്കി ജോലിക്കാരിയെ പോലെ ഇവിടെ കഴിയണമെന്നാണോ? നിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ജീവിക്കണ്ടേ? നിന്നെ നോക്കി ഇവിടെ ഒരു ജോലിക്കാരിയെ പോലെ കഴിയാനാണ് അവർ പറയുന്നത്. ഈ വീട്ടിലെ എല്ലാവരും എന്നെ നിന്റെ അടിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പറ്റിച്ച് നിന്റെ കാൽ കീഴിൽ കിടക്കാനാണ് അവർ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ സ്വന്തമായി സമ്പാദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. നീ എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. ഈ ജന്മത്തിൽ അത് നടക്കാത്ത കാര്യമാണ്.
ഒന്നിനും കഴിവില്ലാത്ത നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയായിട്ട് കഴിയാൻ എന്നെ കിട്ടില്ല. ചെറിയമ്മേ, നീ അത്ര വലിയ മനുഷ്യനായോടാ? നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാ പോരെ? നീ എന്തിനാ ഈ കാര്യമൊക്കെ നോക്കുന്നേ? എന്റെ അച്ഛൻ എന്ത് ചെയ്താലും നല്ലതിന് വേണ്ടി അത് ചെയ്യൂ. ചെറിയമ്മയ്ക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞു. ചെറിയമ്മ അത് കേൾക്കണ്ടേ? കേട്ടില്ല. പോരാത്തതിന് ചെറിയച്ഛനെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അത് എത്ര വലിയ തെറ്റാ? നിന്റെ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ. ഒരുപാടൊന്നും നടക്കണ്ട, എഴുന്നേറ്റ് 2 അടിയെങ്കിലും നടക്കാൻ പറ. ഞാൻ ജോലിക്കാരിയെ പോലെ അടിമയായിട്ട് ജോലി ചെയ്യുമ്പോ നിങ്ങൾ അതൊന്നും കാണുന്നില്ല. ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോ കൊച്ചു കുട്ടികളെ കൊണ്ടുപോലും എന്നെ എതിർക്കാൻ ശ്രമിക്കുന്നു. നീ ഇവർക്കൊന്നും വലിയ കാര്യമല്ലടി. അതുകൊണ്ടാ കൊച്ചു പിള്ളേര് പോലെ നിന്നെ വഴക്ക് പറയുന്നത്. ഒന്ന് നിർത്തിളയമേ, നിങ്ങൾ കാരണം ഇവിടെ ഇങ്ങനെ ആയത്. ഇവളെ നിങ്ങളാ ഇല്ലാതാക്കിയത്. വഴക്ക് പറയുന്നെങ്കിൽ എന്നെ പറ. ആന്റി എന്തിനാ പറയുന്നേ? എല്ലാം ഈ അമ്മൂമ്മ തന്നെയാ ചെയ്യുന്നേ. എനിക്കറിയാലോ. എടാ കൊള്ള ചെറുക്ക, നീ എന്നെ കുറ്റപ്പെടുത്തുക. നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ചു കീറും. ഉണ്ണിയുടെ ദേഹത്ത് കൈവച്ച വയസ്സിന് മുതിർന്നയാണെന്നൊന്നും ഞാൻ നോക്കില്ല. വിട്ടേക്ക് ചെറിയച്ച, ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല. പറഞ്ഞാലും അനുസരിക്കില്ല. ചെറിയച്ചൻ വാ, നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ഡിവോഴ്സ് കഴിയട്ടെ, അപ്പൊ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഒരുത്തരെയും വെറുതെ വിടില്ല. കുറച്ചു നേരം അവരുടെ കാര്യം ഒന്നും സംസാരിക്കാതിരിക്കേ. നിന്റെ ജോലിക്ക് എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് പോകുന്നോ? ഫസ്റ്റ് ക്ലാസ് ആന്റി. ഞാൻ എങ്ങനൊരു ജോലിയാണോ സ്വപ്നം കണ്ടിരുന്നത്, അതുപോലൊരു ജോലിയാണ് കിട്ടിയത്. എന്നാ നിന്റെ ഓഫീസിൽ എനിക്കൂടെ ഒരു ജോലി വാങ്ങിത്താടി. നിങ്ങൾക്ക് എന്തിനാ ആന്റി ജോലിയല്ല? ഈ ഏജിൽ എന്ത് ജോലിയാ ചെയ്യാൻ പറ്റുക? നോക്ക്, എന്റെ വയസ്സിനെ പറ്റി പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിന്നെപ്പോലെ ജോലിക്ക് പോണോന്നൊക്കെ ഉണ്ട്. ഞാനെപ്പോഴും നിനക്ക് സഹായമൊക്കെ ചെയ്യുന്നല്ലേ. ഈ തവണ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോടി പ്ലീസ്. പ്ലീസ് 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 കാർത്തിക പ്ലീസ്. നാളെ ഓഫീസിൽ ചോദിച്ചു നോക്കാം. നോക്കിയാ മാത്രം പോരാ, നീ ഉറപ്പായിട്ട് എനിക്ക് ജോലി വാങ്ങിച്ചു തരണം. എന്റെ കല്യാണം കഴിഞ്ഞാ ഞാനും എന്റെ എന്താ സഡൻ ആയിട്ട് ഇക്കള് വന്നത്? എന്നെ ഇഷ്ടമുള്ളവര് എന്നെ പറ്റി ആലോചിക്കാൻ തോന്നുന്നു. ഞാൻ ഉടനെ പോയി കാണട്ടെ. ആന്റി, എന്താ ഏട്ടാ, കാർത്തികെ പറ്റി ആലോചിച്ച് നിൽക്കുകയാണോ? അതെ വസുന്ധര, അവള് വളരെ വലിയ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യനൊരു നല്ലവനല്ല, കുറുക്ക് വഴികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനാ. സക്സസിന് വേണ്ടിയും വരുമാനത്തിന് വേണ്ടിയും അവൻ എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും ചെയ്യും. നമുക്ക് ഉടനെ തന്നെ ഒരു ഗവൺമെന്റ് ഈവന്റ് വരാൻ പോവാ. അതറിഞ്ഞിട്ട്
ആദ്യത്തിന് ആ ഈവൻ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ആ ഈവൻ്റ് അവൻ കൈക്കലാക്കിയിരിക്കുമെന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അവൻ പറഞ്ഞതുപോലെ തന്നെ കാർത്തികെ അവൻ ട്രാപ്പ് ചെയ്ത് അവൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. കാർത്തികയെ കൂടെ നിർത്തി എൻ്റെ കയ്യിൽ നിന്ന് ആ ഈവൻ്റ് തട്ടിയെടുക്കാനാണ് അവൻ്റെ ശ്രമം. ആ ഇവന്റ് നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളതാണോ ഏട്ടാ? ഞാൻ ആലോചിക്കുന്നത് ആ ഈവൻറ്റിനെ കുറിച്ചല്ല വസുന്ധരെ, കാർത്തികയെക്കുറിച്ചാണ്. അവൻ അവളെ കൊണ്ട് എന്തെല്ലാം ജോലി ചെയ്യിപ്പിക്കുന്ന ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാർത്തികയുടെ ജീവിതം എന്താണെന്ന് ഓർത്ത് എനിക്ക് നല്ല പേടിയാവുന്നു വസുന്ധര. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കാർത്തിക ഒന്നും കേൾക്കില്ല. ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് അഖിലിനെയും വിട്ട് പിരിഞ്ഞിട്ട് അവൾക്ക് തനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു വരുന്നേ. അതാണ് ആദ്യത്തിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അവൻ നമ്മുടെ ഫാമിലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അവൻ അവൻ്റെ കളിയും തുടങ്ങിക്കഴിഞ്ഞു. ഏട്ടന്റെ സ്റ്റൈലില് ആ ആദിത്യക്ക് നല്ലൊരു വാർണിംഗ് കൊടുത്തൂടെ? അത് നേരത്തെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കാർത്തിക നമ്മൾ പറയുന്നത് കേൾക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനിയിലും ഇവിടെ ഫാമിലിയിലും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അവളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ള രീതിയിലാ കാർത്തിക പെരുമാറുന്നേ. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. വീട്ടിൽ അവകാശവും ഓഫീസിൽ അധികാരവും എല്ലാം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ വസുന്ധര. അവളെ ഞാൻ എപ്പോൾ നെഗ്ലക്ട് ചെയ്തു എന്നാ? ഞാൻ ജഡ്ജി മാഡത്തിനോട് സംസാരിച്ച് ഒരു മാസത്തെ സമയം ചോദിച്ചതുപോലും കാർത്തികയെ ദേഷ്യപ്പെടുത്തിയിരിക്കുക ഏട്ടാ. താനങ്ങനെ ചെയ്തത് അഖിലിനെ കാർത്തികയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് കാർത്തിക നന്നായിട്ട് മനസ്സിലാക്കുന്നില്ല. നമ്മളെ അവളുടെ ശത്രുവായിട്ട് കാണുന്നേ. എങ്ങനെയെങ്കിലും കാർത്തികയെ മാറ്റിയെടുത്തേ പറ്റൂ. അതാണ് ഞാനും ആലോചിക്കുന്നത് വസുന്ധര. ഇതിനിടെ കിടന്ന് അഖിലാണ് അനുഭവിക്കുന്നത്. അഖിലിനെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. കാർത്തികയാണെങ്കിൽ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുക. കാശില്ലായിരുന്നപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അത് വന്നപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഏട്ടൻ പേടിക്കാതിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടി കാർത്തികയോട് സംസാരിച്ച് നോക്കട്ടെ. ആദ്യത്തെ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. വീട്ടിൽ നമ്മൾ കാർത്തികയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാ പുറത്ത് ആദിത്യനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി കാർത്തിക കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള അവളുടെ ജീവിതം വളരെ ദുരിതമായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു അന്യായം ഒരിക്കലും നടക്കില്ല. ഏട്ടൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട. കാർത്തിക സെൽഫിഷ് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കാം, പക്ഷെ അവൾ വളരെ പാവമാണ്. കൊച്ചു കുട്ടികളെ പോലെ അവളുടെ മനസ്സ്. എനിക്ക് എൻ്റെ അനിയത്തെ അറിയില്ലെന്നാണോ? ഇത്രയും നാൾ നമ്മൾ അഖിലിന് വേണ്ടിയിട്ടാ പോരാടിയത്. ഇനി കാർത്തികയ്ക്ക് വേണ്ടിയാണ് പോരാടേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞാലും കാർത്തിക കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവൾ ഈ സിറ്റുവേഷൻ ഒരിക്കലും മനസ്സിലാക്കില്ല. എന്ത് ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഏട്ടൻ വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല വസുന്ധര. ഏട്ടൻ വരുന്നതും കാത്ത് കുട്ടികളും അഖിലും ഭാസ്കരേട്ടനും ചേച്ചിയും ഒക്കെ കാത്തിരിക്കുക. അവർക്ക് വേണ്ടെങ്കിലും ഒന്ന് വന്നൂടെ? വാ ഏട്ടാ. എത്ര തവണ ട്രൈ ചെയ്തിട്ടും അവരെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ. ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ് മാത്രം കിട്ടിയാൽ മതി. അവരെ കൊന്ന് ഞാൻ എൻ്റെ പക തീർക്കും. ഹാപ്പി ലവ് യു രാജ. ഈ വർഷം നമ്മുടെ കല്യാണം നടക്കണം രാജ. ഈ സമയത്ത് ആ കിളവിയുടെ ഓർമ്മ എന്തിനാ വരുന്നേ? പ്രേമമെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയാ. അവരുടെ പ്രായമെന്താ, എന്റെ പ്രായമെന്താ? എന്താ ഇത്? മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ വന്നല്ലോ.